നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താണോ ഋഷി സാറ് എന്നെ വിവാഹം കഴിക്കണ്ടായിരുന്നു. എല്ലാവരുടെയും താല്പര്യം പോലെ തന്നെ ആ അഞ്ജിതയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്ന ഋഷി. ഞാൻ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന പോലെ എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഒരു ശത്രുവിനെ പോലെയല്ലേ ഇവിടെയുള്ള എല്ലാരും എന്നെ കാണുന്നത്. തന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് താൻ മനസ്സിലാക്ക. എന്റെ വീട്ടുകാര് ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ ഒഴിഞ്ഞുമാറ്റം എല്ലാ കാലത്തും ഉണ്ടാവില്ല. തനിക്ക് ജാതകദോഷമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ നിന്ന് മാറിയ അവിടെ തീരും അവരുടെ ഈ അകൽച്ച. അതുവരെ താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ സംഭവിച്ച കുഴപ്പങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ മാറും. ഇപ്പോ സത്യം വിളിച്ച് പറയാനായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല. പക്ഷേ ദേവിക ചേച്ചിക്കും തന്റെ കുടുംബത്തിനും കൊടുത്ത വാക്ക്. അത് വേണ്ട. ഋഷിയായിട്ട് ഇപ്പൊ ഒന്നും പറയണ്ട. ഇപ്പൊ സത്യം പറഞ്ഞ അഞ്ജിതയുടെ ഭാവി മാത്രമല്ല, രണ്ട് കുടുംബക്കാരും തമ്മിൽ അകൽച്ചയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നമ്മൾ കാരണം അതൊന്നും സംഭവിക്കാൻ പാടില്ല. ചേച്ചി ഒരു വഴി കണ്ടെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തുന്നവരെ നമുക്ക് ക്ഷമിക്കാം. ആരൊക്കെ എതിർപ്പ് കാണിച്ചാലും തനിക്ക് ഞാനില്ലേ? പിന്നെന്താ? തന്റെ ഈ വിഷമം മാറ്റി നിർത്തിയ ഞാനൊന്ന് ഹാപ്പിയാവും. ഒരു യുദ്ധം ജയിച്ച സന്തോഷം. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ സാഹസങ്ങളെ കാട്ടിക്കൂട്ടിയത്. തന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടാനുള്ള പ്ലാൻ പാളിയപ്പോ എല്ലാം അവിടെ കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. തന്നെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? ജീവിക്കുന്നെങ്കിൽ തന്റെ ഒപ്പൊന്ന് ശബ്ദമെടുത്തവനാ ഞാൻ. ആ ഞാനെന്തിനാ രണ്ടാമത് ചിന്തിക്കുന്നേ? അതുകൊണ്ടാ മരുന്ന് എന്ത് വരട്ടെ എന്ന് കരുതി തന്റെ കരുതൽ ഞാൻ താലി കെട്ടിയത്. ആ നിമിഷം അവിടെ വെച്ച് നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ ജീവിതാന്ത്യം വരെ ഞാനും താനും ദുഃഖിക്കേണ്ടി വന്നേനെ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം പരാജയമായി പോയേനെ. ഇപ്പൊ നമ്മൾ വിജയിച്ചു. ഇനിയുള്ള നമ്മുടെ ജീവിതവും സന്തോഷം നിറഞ്ഞത് തന്നെയായിരിക്കും. ഇരിക്കട്ടെ, കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണിന് മാറി ഉടുക്കാനുള്ള ഡ്രസ്സുകള് ഭർത്താവിന്റെ വീട്ടില് ഭർത്താവ് വാങ്ങി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്നിട്ട് എവിടെ എന്റെ ഡ്രസ്സ്? അയ്യോ, നിന്ന നിപ്പില് താലി കെട്ടി ഇങ്ങോട്ട് വന്നതല്ലേ. ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇനി എങ്ങനെയാ ചേഞ്ച് ചെയ്യാ? താൻ ടെൻഷൻ ആവണ്ട. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. തനിക്കുള്ള ഡ്രസ്സുകളോടെ ഞാനിപ്പോ വരാം. ജസ്റ്റ് വെയിറ്റ്, ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.